ശരീരത്തിൽ വിവിധ ഹോർമോണുകളുണ്ട്. അതുപോലെ സസ്യങ്ങൾക്ക് ഹോർമോണുകളുണ്ട്. അതിനെയാണ് പ്ലാന്റ് ബയോ റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇരിക്കുന്നത്. അവ പോഷകങ്ങളല്ല, എന്നാൽ ജൈവ സംയുക്തങ്ങളാണ്. വളരെ ചെറിയ അളവിലാണ് അവ സസ്യത്തിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. സസ്യങ്ങളുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മാറ്റം വരുത്താനോ കഴിവുള്ളവയാണ് പ്ലാന്റ് ബയോ റെഗുലേറ്റേഴ്സ്. ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബ്രലിൻ, എഥിലിൻ, ഇൻഹിബിറ്റൻസ്, റിട്ടാർഡൻസ് എന്നീ പല ഗ്രൂപ്പിലാണ് അവയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ബയോ റെഗുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഓക്സിൻ ആണ്. ഓക്സിനുകൾ ഏകദേശം 9 തരത്തിലുണ്ട്. അതിന്റെ ഉദാഹരണമായി നമ്മൾ പഠിക്കുന്നത് IAA, IBA, NAA, 2,4-D, 2,4,5-T മുതലായവയാണ്. മറ്റൊന്ന് ജിബറലിൻസ് ആണ്. കുമിളുകളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും 126ഓളം ജിബറലിൻസ് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സസ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് GA3 എന്ന് പറയുന്ന ജിബ്രലിക് ആസിഡ് ആണ്. സൈറ്റോകൈനിനുകളെ രണ്ടായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിൻ, അമിനോപ്യൂറിൻ മുതലായവയാണ്. എത്തിലീൻ എന്ന് പറയുന്ന റൈപ്പനിങ് ഹോർമോൺ, പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ്. അതിന് എക്സാമ്പിളായി എത്രിൽ, എത്തിഫോൺ എന്നിവ നമുക്ക് പറയാം. മറ്റൊന്ന് ഇൻഹിബിറ്റേഴ്സ് ആണ്. മറ്റ് ഗ്രോത്ത് ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ തടയുന്ന രീതിയിലാണ് ഇൻഹിബിറ്റേഴ്സിന്റെ പ്രവർത്തനം വരുന്നത്. മെലിക് ഹൈഡ്രസൈഡ്, ABA, 2,3,5 ട്രയോഡോ ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ ടിബ. ഇത് ഉദാഹരണങ്ങളായി നമുക്ക് പറയാം. സസ്യങ്ങളുടെ വളർച്ചയെ തടയുന്നവയാണ് റിട്ടാർഡൻസ്. അതിന് ഉദാഹരണമായി സൈക്കോസെൽ ക്ലോർമെക്വാഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ CCC, ഫോസ്ഫഡോൺ D, അലാർ, B9 ഇവയെല്ലാം പറയാം. ഓക്സിനുകൾ നിർമ്മിക്കപ്പെടുന്നത് കാണ്ഡങ്ങളുടെയും വേരുകളുടെയും അഗ്രഭാഗങ്ങളിലാണ്. അവ കോശവികസനത്തിലൂടെ കോശവളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകളാണ്. കൂടാതെ സസ്യത്തിന്റെ പ്രവർത്തനങ്ങളായ എപ്പിക്കൽ ഡോമിനൻസ് അല്ലെങ്കിൽ അഗ്രഭാഗത്തിന്റെ മേധാവിത്വം സ്ഥാപിക്കുക എന്നുള്ള പ്രവർത്തനത്തിനെ സഹായിക്കുന്നു. ഉദാഹരണങ്ങളായി നമുക്ക് പറയാവുന്നത് ഇൻഡോൾ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ IAA, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് അല്ലെങ്കിൽ IBA, നാഫ്തലീൻ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ NAA, 2,4-ഡൈക്ലോറോ ഫീനോക്സി അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ 2,4-D. ഇതിൽ 2,4-D എന്ന് പറയുന്നത് കളനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഓക്സിനാണ്. പ്രോട്ടീനുകളുടെ ഘടകങ്ങളാണ് അമിനോ ആസിഡ്. സൈറ്റോകൈനിനുകൾ അമിനോ ആസിഡിന്റെ ഗതാഗതത്തിനെ സഹായിക്കുന്ന ഹോർമോണുകളാണ്. കൂടാതെ കോശവിഭജനത്തിനും സഹായിക്കുന്നു. ഇവയെ ആന്റി സെനസൻസ് ഹോർമോൺ എന്നാണ് വിളിക്കാറുള്ളത്. ആന്റി സെനസൻസ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം വരുന്നത് തടയാൻ സഹായിക്കുന്ന ഹോർമോണുകൾ എന്നർത്ഥം. അല്ലെങ്കിൽ ആന്റി ഏജിംഗ് ഹോർമോണുകളാണ് സൈറ്റോകൈനിൻ. ഉദാഹരണങ്ങളായി കൈനറ്റിൻ, ബെൻസൈൽ അഡനൈൻ. ജിബ്രലിൻസ് കോശവിഭജനത്തിനും കോശങ്ങളുടെ ദീർഘീകരണത്തിനും അഥവാ സസ്യങ്ങളുടെ നീളം വെക്കലിനും സഹായിക്കുന്ന ഹോർമോണാണ്. GA3 ആണ് അതിൽ പ്രധാനപ്പെട്ടത്. എത്തിലിൻ ഒരു റൈപ്പനിങ് ഹോർമോണാണ്, അല്ലെങ്കിൽ പഴങ്ങളെ പഴുക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഹോർമോണാണ്. അത് വാതകരൂപിയായ ഒരു ഹൈഡ്രോകാർബൺ ആണ്. എത്രിൽ, എത്തിഫോൺ എന്നിവയാണ് ഉദാഹരണങ്ങൾ. ആബ്സിസിക് ആസിഡ് അല്ലെങ്കിൽ ABA ഒരു ഇൻഹിബിറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ അതൊരു സ്ട്രെസ് ഹോർമോൺ കൂടെയാണ്. സസ്യത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവയെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ABA. വേരുകളിലും അഗ്രമുകുളങ്ങളിലുമാണ് ABA കണ്ടുവരാറുള്ളത്. വളർച്ചാ സീസൺ കഴിയുമ്പോൾ സസ്യത്തിനെ ഒരു സുഷുപ്താവസ്ഥയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഡോർമൻസിയിൽ എത്തിക്കാൻ ABA സഹായിക്കുന്നു. കൂടാതെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിത്തിനെ സുഷുപ്താവസ്ഥയിൽ എത്തിക്കുന്നതും ABA തന്നെയാണ്. വരൾച്ചാ സമയത്ത് ബാഷ്പീകരണം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെടി ചെയ്യുന്നത് സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് ഇലകളുടെ അടിയിൽ കാണുന്ന സുഷിരങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സ്ചേഞ്ചും അതുപോലെ ചെടിയിൽ നിന്നുള്ള ബാഷ്പീകരണവും നടക്കുന്നത് സ്റ്റൊമേറ്റയിൽ കൂടെയാണ്. വരൾച്ചാ സമയത്ത് സ്റ്റൊമേറ്റ അടയുന്നതിന് ABA സഹായിക്കുന്നു. ആബ്സിസിക് ആസിഡ് എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ ABA ആബ്സിഷന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പൂവ്, കായ, ഇലകൾ ഇവ ചെടിയിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്നത് ആബ്സിഷൻ ലെയറുകൾ ഉണ്ടായിട്ടാണ്. ഇത്തരം ആബ്സിഷൻ ലെയറുകൾ ഉണ്ടാകാൻ
ABയെ സഹായിക്കുന്നു. ബയോളജിക്കൽ റോൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഓക്സിൻ. ഓക്സിനുകൾ അഗ്രഭാഗത്തിന്റെ മേധാവിത്വം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. കൂടാതെ കോശ വിപുലീകരണത്തിന് സഹായിക്കുന്നു എന്ന് നാം പറഞ്ഞല്ലോ. കൂടാതെ കാണ്ഡങ്ങളുടെയും വേരുകളുടെയും വളർച്ചയ്ക്ക് ഇവ സഹായിക്കുന്നു. പതിവെക്കുമ്പോഴും കാണ്ഡങ്ങളുടെ കട്ടിങ്ങുകൾ എടുക്കുമ്പോഴും IBA പോലെയുള്ള ഹോർമോണുകളിൽ മുക്കി നടാറുണ്ടല്ലോ. ഇതിന് കാരണം ഓക്സിനുകൾ വേരുകളുടെ വളർച്ചയെ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനും ഓക്സിനുകൾ ഉപയോഗിക്കുന്നു. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിത്തില്ലാത്ത പഴങ്ങൾ എന്നർത്ഥം. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിത്തില്ലാത്ത പഴങ്ങളാണ്. ഓക്സിനുകൾ ഉപയോഗിച്ച് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാം. പരാഗണം നടക്കുന്നതിന് മുമ്പ് പെൺപൂക്കളിൽ ഓക്സിനുകൾ അപ്ലൈ ചെയ്തിട്ടാണ് പാർത്തനോകാർപ്പിക് പഴങ്ങൾ ഉണ്ടാക്കുന്നത്. പ്ലാന്റ്സിന്റെ വിവിധ ചലനങ്ങൾ അല്ലെങ്കിൽ അവയുടെ പ്രതികരണങ്ങൾ, അതായത് ട്രോപ്പിസത്തിന് സഹായിക്കുന്നവയാണ് ഓക്സിനുകൾ. ഉദാഹരണത്തിന് ലൈറ്റിനോടുള്ള ചെടിയുടെ പ്രതികരണത്തിനെ നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നു. ഗുരുത്വാകർഷണത്തിനോടുള്ള പ്രതികരണത്തിനെ ജിയോട്രോപ്പിസം എന്ന് പറയുന്നു. തൊടുമ്പോൾ ചെടി പ്രതികരിക്കുന്നെങ്കിൽ അതിനെ തിഗ്മോട്രോപ്പിസം. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ചെടികൾ കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകമായി ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം പോലെയുള്ള പ്രതികരണങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിൻ. പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിനുകൾ നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് സാധാരണയായി അവ ചെടിയുടെ ഡാർക്കർ സൈഡിലേക്ക് അല്ലെങ്കിൽ നിഴൽ കിട്ടുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. അവിടെയുള്ള കോശങ്ങളെ വിഭജിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നു. ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെ കോശങ്ങൾ വിഭജിക്കുമ്പോൾ ചെടിയുടെ വളർച്ചയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ചെടി വളയാൻ കാരണമാകുന്നു. ചെടി വളഞ്ഞ് പ്രകാശത്തിന് അഭിമുഖമായി വളരാൻ തുടങ്ങുന്നു. ഇതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഓക്സിൻ ഇൻഡോൾ അസറ്റിക് ആസിഡ് ആണ്. ഓക്സിനുകൾ ആദ്യമായി കണ്ടെത്തുന്നത് ഡച്ച് സയന്റിസ്റ്റായ ഫ്രിറ്റ്സ് W. വെന്റ് ആണ്. ഓട്സ് എന്ന സസ്യത്തിന്റെ കോളിയോപ്റ്റൽ റീജിയനിലാണ് ആദ്യമായി ഓക്സിൻ കണ്ടെത്തുന്നത്. അലങ്കാര സസ്യങ്ങളിൽ അഗ്രഭാഗം മുറിച്ചു കളയുമ്പോൾ ഒരു ബുഷി ഹാബിറ്റ്, ഇടതൂർന്ന ഒരു വളർച്ച രീതി ഉണ്ടാകുന്നു. ഇതിന് കാരണം അഗ്രഭാഗത്തുള്ള ഓക്സിന്റെ അഭാവമാണ്. ജിബറലിനുകളെ ആദ്യമായി കണ്ടെത്തിയത് കുറസോവ എന്ന ജപ്പാനീസ് സയന്റിസ്റ്റ് നെല്ലിന്റെ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. കോശങ്ങളുടെ വിഭജനത്തിനും സസ്യങ്ങൾക്ക് നീളം കൂട്ടുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണാണ്. ഇതുകൂടാതെ പൂക്കൾ, കായകൾ, അതുപോലെ വിത്ത് ഇവ ഉണ്ടാകുന്നതിനും അവയുടെ വികസനത്തിനും ജിബ്രലിൻ സഹായിക്കുന്നു. സീഡുകളുടെ ജെർമിനേഷൻ അല്ലെങ്കിൽ പൊട്ടിമുളയ്ക്കുന്ന കഴിവ് കൂട്ടാൻ വേണ്ടി ജിബ്രലിൻസ് ഉപയോഗിക്കാറുണ്ട്. ഓക്സിനുകളെ പോലെ തന്നെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ ജിബ്രലിൻ ഉപയോഗിക്കുന്നു. ചെടികളിൽ തന്നെ പഴങ്ങളെ മൂക്കാതെ നിലനിർത്തുന്നതിനും വിപണി ആവശ്യമനുസരിച്ച് അവയുടെ വിളവെടുപ്പ് ക്രമീകരിക്കുന്നതിനും വേണ്ടി ജിബ്രലിക് ആസിഡ് നാം ഉപയോഗിക്കാറുണ്ട്. സൈറ്റോകൈനിനുകൾ ആദ്യമായി കണ്ടെത്തുന്നത് F. സ്കൂച്ച്, C. മില്ലർ, അതുപോലെ അവരുടെ സഹപ്രവർത്തകരും കൂടെ 1950-ലാണ്. ആദ്യമായി അവർ കണ്ടെത്തിയത് കൈനറ്റിൻ എന്ന് പറഞ്ഞ സൈറ്റോകൈനിനാണ്. അവ കോശ വിഭജനത്തിന് സഹായിക്കുന്നതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വേരുകളിലാണ്. വേരുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് സൈലം വഴി സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന ഹരിതകവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സൈറ്റോകൈനിന്റെ സഹായത്തോടെയാണ്. സൈറ്റോകൈനുകൾ സൈഡ് ബ്രാഞ്ചുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. ഓക്സിനുകൾ അഗ്രമേധാവിത്വം സ്ഥാപിക്കുന്നു. സൈറ്റോകൈനുകൾ സൈഡ് ബ്രാഞ്ചുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. കൂടാതെ അഡ്വന്റീഷ്യസ് റൂട്ട്സ് ഉണ്ടാകാനും സഹായിക്കുന്നു. അവ ആന്റി ഏജിംഗ് ഹോർമോൺസ് ആണ്. അതുപോലെ ആന്റി സ്ട്രെസ് ഇഫക്റ്റുമുണ്ട്. ആന്റി സ്ട്രെസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ പരിസ്ഥിതിയിൽ ചെടികളെ സഹായിക്കുന്ന ഹോർമോണാണ്. കൂടാതെ പയറുവർഗ്ഗങ്ങളുടെ വേരുകളിൽ കാണുന്ന മുഴകൾ അല്ലെങ്കിൽ നോഡ്യൂൾ ഇവയുടെ നിർമ്മാണത്തിന് സഹായിക്കുകയും കൂടെ ചെയ്യുന്നു. എത്തിലീൻ ഒരു വാതകരൂപിയായ ഹൈഡ്രോ കാർബൺ ആണെന്നും അത് പഴങ്ങളെ പഴുക്കാൻ സഹായിക്കും പറഞ്ഞല്ലോ. എത്തിലീൻ ആദ്യമായി കണ്ടെത്തിയത് 1934-ൽ R. ജെയിൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. എത്തിലീൻ സെനസൻസിന് സഹായിക്കുന്നു. അതുപോലെ ആപ്സിഷനും സഹായിക്കുന്നു. പഴങ്ങളെ പഴുക്കാൻ സഹായിക്കുന്ന എത്തിലീൻ പഴങ്ങളുടെ ശ്വസന പ്രക്രിയ കൂട്ടുന്നു.
അവയുടെ കളർ, ടെക്സ്ചർ, അതുപോലെ സുഗന്ധം ഇവ മെച്ചപ്പെടാനും സഹായിക്കുന്നു. കൂടാതെ വിത്തിന്റെ സുഷുപ്താവസ്ഥ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആബ്സിസിക് ആസിഡ് ഒരു ഇൻഹിബിറ്ററും അതുപോലെ ഒരു സ്ട്രെസ് ഹോർമോണുമാണ്. FT ആഡിക്കോട്ടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പരുത്തിയിൽ 1960 ABA കണ്ടെത്തുന്നത്. പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരു ചെടിയുടെ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന ഹോർമോണാണ് ABA. ചെടിയുടെ മൊത്തമായ വളർച്ച, സെനസൻസ്, ആബ്സിഷൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ABA നിയന്ത്രിക്കുന്നു. വിത്തിന്റെ വികസനത്തിന് സഹായിക്കുന്നുണ്ടെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വിത്തിന്റെയും മുകുളത്തിന്റെയും സുഷുപ്താവസ്ഥ ഉണ്ടാക്കുന്നത് ABA ആണ്. വരൾച്ചാ സമയങ്ങളിൽ സ്റ്റൊമേറ്റയുടെ ക്ലോസിംഗ്, അതുപോലെ ക്യൂട്ടിക്കുലാർ വാക്സിന്റെ പ്രൊഡക്ഷൻ. സാധാരണയായി വരണ്ട കാലാവസ്ഥയിൽ വളരുന്ന ചെടികളിൽ ഉണ്ടാകുന്ന ക്യൂട്ടിക്കുലാർ വാക്സിന്റെ നിർമ്മാണം ABA ആണ് സഹായിക്കുന്നത്. മെലിക് ഹൈഡ്രസൈഡ് പോലെയുള്ള ഗ്രോത്ത് റിട്ടാർഡന്റ് ചെടിയുടെ ഉയരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ്. കൂടാതെ വെള്ളത്തിന്റെ ഉപഭോഗം കുറയ്ക്കുക, അതുപോലെ സ്ട്രെസ്സുകളെ തരണം ചെയ്യാൻ ചെടിയെ സഹായിക്കുക, ഇതെല്ലാം റിട്ടാർഡൻസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സാധാരണയായി പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പൗഡർ ഫോമിലോ പേസ്റ്റ് ഫോമിലോ അല്ലെങ്കിൽ സ്പ്രേ സൊല്യൂഷൻസ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സാന്ദ്രതയിലാണ് അവയെ ഉപയോഗിക്കാറ്. സാധാരണ ppm എന്നുള്ള കോൺസെൻട്രേഷൻ, അതായത് പാർട്സ് പെർ മില്യൺ, ദശലക്ഷത്തിൽ ഒരു ഭാഗമാണ് ppm എന്ന് പറയുന്നത്. അത്രയും കുറഞ്ഞ സാന്ദ്രതകളിലാണ് ഇവയെ ഉപയോഗിക്കാറ്. 1 മില്ലിഗ്രാം PGRനെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന സാന്ദ്രതയാണ് 1 ppm എന്ന് പറയുന്നത്. വിവിധ പുഷ്പവിളകളിൽ ഉപയോഗിക്കുന്ന PGRകളുടെ പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്സിനുകളായ IAA, NAA മുതലായവ 100 മുതൽ 200 ppm കോൺസെൻട്രേഷനിൽ ഡാലിയയിൽ ഫ്ലവറിംഗ് ഡിലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ 90 മുതൽ 100 ppm കോൺസെൻട്രേഷനിൽ ഓർക്കിഡുകളിൽ റൂട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്സിനായ IBA ബൊഗൈൻവില്ലയിൽ 1000 മുതൽ 2000 ppm കോൺസെൻട്രേഷനിൽ ഷൂട്ടിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ തണ്ടിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 200 ppm കോൺസെൻട്രേഷനിൽ ജെറേനിയം ഫ്ലവറിൽ റൂട്ടിംഗ് ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സൈറ്റോകൈനിൻ 500 ppmൽ ഓർക്കിഡുകളിൽ ഷൂട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആൻറ്റിറീനിയത്തിൽ GA3 25 ppm കോൺസെൻട്രേഷനിൽ ഫ്ലവറിംഗ് ഏർലി ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. GA3 പലതരം ഫ്ലവേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രൈസാന്തിമത്തിൽ 100 മുതൽ 400 ppm കോൺസെൻട്രേഷനിൽ ജിബ്രലിക് ആസിഡ് പ്ലാന്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും ഇൻ്റർനോഡിൻ്റെയും ഫ്ലവറിൻ്റെയും സ്റ്റോക്ക് ലെങ്ത് കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡാലിയയിൽ 100 മുതൽ 150 ppm കോൺസെൻട്രേഷനിൽ ജിബ്രലിക് ആസിഡ് ഫ്ലവറിങ്ങും വെയിറ്റും കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലാഡിയോലസിൽ 100 മുതൽ 200 ppm GA അതിൻ്റെ കിഴങ്ങിൻ്റെ ഈൽഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പെറ്റൂണിയയിൽ 500 ppm GA3 ജെർമിനേഷൻ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റോസിൽ 100 മുതൽ 400 ppm GA3 സ്റ്റെം ലെങ്ത്തും ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ട്യൂബ് റോസിൽ 100 മുതൽ 500 ppm GA ബൾബിൻ്റെ വിളവ് കൂട്ടാനും റൂട്ടിംഗ് കൂടാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 500 മുതൽ 1000 ppm എത്രൽ ഗ്ലാഡിയോലസിൽ കോമിൻ്റെ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 600 മുതൽ 800 ppm എത്തിഫോൺ കാർണേഷൻ ഫ്ലവറിൽ ബ്രാഞ്ചിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 600 മുതൽ 1000 ppm പെൻസാലഡനൈൻ ക്രൈസാന്തിമം ഫ്ലവേഴ്സിൽ എപ്പിക്കൽ ഡോമിനൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അഥവാ ലാറ്ററൽ ബ്രാഞ്ചിങ് ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 4000 ppm B9 എന്ന് പറയുന്ന റിട്ടാർഡൻറ്റ് കാർണേഷനിൽ ഫ്ലവറിംഗ് നേരത്തെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും ഫ്ലവറിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. 1000 മുതൽ 2000 ppm B9 അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ജെറേനിയത്തിൽ ഉപയോഗിക്കുന്നു. 1000 മുതൽ 2000 ppm മെലിക് ഹൈഡ്രസൈഡ് ബൊഗൈൻവില്ലയിൽ ബുഷി ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 3000 ppm സൈക്കോസെൽ മാരിഗോൾഡിൽ യൂണിഫോം ബുഷി ഗ്രോത്ത് ഉണ്ടാകാനും കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാകാനും വേണ്ടി ഉപയോഗിക്കുന്നു. 100 ppm CCC അല്ലെങ്കിൽ സൈക്കോസെൽ കാർണേഷനിൽ ഫ്ലവറിംഗ് നേരത്തെ ഉണ്ടാകാനും കൂടുതലായി ഫ്ലവേഴ്സ് കിട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നഴ്സറിയെ കുറിച്ച് പഠിച്ചു. നഴ്സറിയുടെ പ്രാധാന്യം എന്താണ്,
എങ്ങനെയാണ് സൈറ്റ് സെലക്ഷൻ ചെയ്യുന്നത്, ഏതൊക്കെയാണ് വിവിധതരം നഴ്സറി ബെഡ്, സീഡ് ട്രീറ്റ്മെന്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ വിവിധതരം വളർച്ചാ മാധ്യമങ്ങളെക്കുറിച്ചും പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചും അവയുടെ തരംതിരിവുകൾ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുക എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കി നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുക. വിവിധതരം ബയോ റെഗുലേറ്റേഴ്സുകൾ ഏതൊക്കെയാണ്, അവയുടെ ഉപയോഗം എന്താണ്, അവയുടെ ഉദാഹരണങ്ങൾ എന്താണ് എന്നൊക്കെ എഴുതി ഒരു ചാർട്ട് തയ്യാറാക്കുക. ക്ലാസ്സിൽ ചർച്ച ചെയ്തതും അതല്ലാതെയുമായ വിവിധതരം ഉപയോഗങ്ങളുണ്ട് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്. അത് കണ്ടുപിടിച്ചിട്ട് വേണം പട്ടിക പൂർത്തിയാക്കുവാൻ. വാണിജ്യ അടിസ്ഥാനത്തിൽ ബയോ റെഗുലേറ്റേഴ്സുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് കാണുമ്പോൾ അവ വെട്ടിയെടുത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കളക്ഷനിൽ ഉൾക്കൊള്ളിക്കും. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഗ്രോയിങ് മീഡിയ, അതായത് വളർച്ചാ മാധ്യമം, അതുപോലെ തന്നെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, വളർച്ച നിയന്ത്രണ വസ്തുക്കൾ. ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റി ലക്ഷ്മി ടീച്ചറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആദ്യം ഗ്രോയിങ് മീഡിയയെക്കുറിച്ച്. എന്താണ് ഗ്രോയിങ് മീഡിയ? വളർച്ചാ മാധ്യമം. ഒരു ചെടി നടുന്നതിന് പ്രധാനമായിട്ടും മണ്ണ്, അതുപോലെ തന്നെയുള്ള മിശ്രിതങ്ങൾ ആവശ്യമാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ വീടുകളിലൊക്കെ ചെടി നട്ടുപിടിപ്പിച്ച കുരുകളായിരിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ചെടിച്ചട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും നമ്മൾ മിശ്രിതം നിറച്ച് ചെടി നടുന്നതിനെയാണ് നമ്മൾ പോട്ട് കൾച്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ആ മിശ്രിതത്തിന് പറയുന്ന പേരാണ് ഗ്രോയിങ് മീഡിയ. അത് എന്തും ആവാം. ഓർക്കിഡ്, ഹാങ്ങിങ് പ്ലാന്റ്സുകൾ, ഇൻഡോർ പ്ലാന്റ്സുകൾ, ഇതൊക്കെ നടാൻ വേണ്ടി വെവ്വേറെ തരത്തിലുള്ള പലതരത്തിലുള്ള ഗ്രോയിങ് മീഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് സ്പാഗ്നം മോസ്, പെർലൈറ്റ്, സോഡസ്റ്റ്, കോർപ്പിക് കമ്പോസ്റ്റ്, ഇത്തരത്തിൽപ്പെട്ടത്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഗ്രോയിങ് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോയിങ് മീഡിയ എന്ന് പറഞ്ഞാൽ വളർച്ചാ മാധ്യമം. ഒരു ചെടി വളരുന്ന പ്രധാനമായിട്ടുള്ള മാധ്യമമാണ് ഈ ഗ്രോയിങ് മീഡിയ എന്ന് പറയുന്നത്. ഫങ്ഷൻ ഓഫ് ഗ്രോയിങ് മീഡിയ, അതായത് വളർച്ചാ മാധ്യമത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം. ഒന്നാമത്തെ, സപ്ലൈ ന്യൂട്രിയൻസ്, എയർ ആൻഡ് വാട്ടർ ടു ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. And it retain necessary water in the soil while excess is drained out to provide physical support to plants. It facilitates maximum root growth. എന്ന് പറഞ്ഞാൽ ചെടികളുടെ വേരുകൾ വളരുവാനുള്ള പോഷണം, വെള്ളം, വായു ഇവ നൽകാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ഗ്രോയിങ് മീഡിയ. രണ്ടാമത്, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഈർപ്പം നിലനിർത്താൻ കഴിയുന്നതായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അത് ഒഴുകി പോകാൻ കഴിയുന്നതും ആയിരിക്കണം. പിന്നെ ഒരു താങ്ങ് നടുന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഗ്രോയിങ് മീഡിയ ആയിരിക്കണം. പിന്നെ വേരുകൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരുവാൻ കഴിയുന്നതായിരിക്കണം ഗ്രോയിങ് മീഡിയ. ഇത്തരത്തിൽപ്പെട്ട ഗ്രോയിങ് മീഡിയ ആണ് നമ്മൾ പ്രധാനമായിട്ടും സെലക്ട് ചെയ്യേണ്ടത്, ഒരു ചെടി നടാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് ക്യാരക്ടേഴ്സ് ഓഫ് ഗ്രോയിങ് മീഡിയ, അതായത് ഗ്രോയിങ് മീഡിയയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ദ മീഡിയം മസ്റ്റ് ഹാവ് അഡ്വക്കേറ്റ് ഏരിയേഷൻ, ഡ്രെയിനേജ് ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. മാധ്യമത്തിന് വേണ്ടത്ര വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോകാനുള്ള തരത്തിലുള്ള ഗ്രോയിങ് മീഡിയ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കാണ്ഡങ്ങൾ, അതായത് കാണ്ഡങ്ങൾ നടുന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ കഴിവുള്ളതായിരിക്കണം. അത്തരത്തിൽപ്പെട്ടത് ആയിരിക്കണം ഗ്രോയിങ് മീഡിയ. പിന്നെ കൂടുതൽ അമ്ലത്വമോ അസിഡിറ്റി, ക്ഷാരത്വമോ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നടുന്ന ചെടികൾ കേടായിപ്പോവും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള pH 6 തൊട്ട് 6.5 ആയിരിക്കണം. പിന്നെ ഈസിലി അവൈലബിൾ, വളരെ ഈസി ആയിട്ട് വളരെ ചീപ്പ് റേറ്റിലും കിട്ടുന്ന ഗ്രോയിങ് മീഡിയ ആയിരിക്കണം. അല്ലാതെ വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങരുത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പം കിട്ടുന്നതും വളരെ ചീപ്പ് റേറ്റിൽ, വളരെ കോസ്റ്റ്ലി അല്ലാത്ത രീതിയിലുള്ള ഗ്രോയിങ് മീഡിയ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ കീടങ്ങൾ, കളകൾ, വിത്തുകൾ ഇതെല്ലാം വിമുക്തമായിട്ടുള്ള ഗ്രോയിങ് മീഡിയ ആയിരിക്കണം. ഇത്തരത്തിൽപ്പെട്ട ഗ്രോയിങ് മീഡിയ വേണം നമ്മൾ
കൃഷി ചെയ്യാൻ വേണ്ടി ചെടികൾ നടാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ടൈപ്സ് ഓഫ് ഗ്രോയിങ് മീഡിയം, അതായത് മാധ്യമം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെ തരത്തിൽ ഉള്ളതായിരിക്കണം. അതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചെടികൾക്ക് വേര് പിടിച്ച് നിലനിർത്താൻ കഴിയുന്നതായിരിക്കണം, വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണം. ഇത്തരത്തിൽപ്പെട്ടത് വേണം നമ്മൾ പ്രധാനമായിട്ടും സെലക്ട് ചെയ്യാൻ. അത്തരത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സോയിൽ, മണ്ണ്. രണ്ടാമത്തത് അതിന് ഗാർഡൻ സോയിൽ എന്ന് പറയും, സാൻഡ്, നേർമയുള്ള മണൽ. പിന്നെ പീറ്റ്, കമ്പോസ്റ്റ്, സ്പാഗ്നം മോസ്, സാഡസ്റ്റ്, ബെർമിക്കുലേറ്റ്, പെർലൈറ്റ്, അറക്കപ്പൊടി, സാഡസ്റ്റ്, ഫാം യാർഡ് മാനുവർ. ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രോയിങ് മീഡിയയാണ്. കൃഷി ചെയ്യാൻ വേണ്ടിയും അതുപോലെ ചെടികൾ നടാൻ വേണ്ടിയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൃഷി ചെയ്യാൻ വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ഗ്രോയിങ് മീഡിയയാണ് ഞാനീ പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തൊക്കെയാണ്? ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്. രണ്ടാമത്തെ എന്താണ്? നേർമയുള്ള മണൽ, സാൻഡ്, പീറ്റ്, സ്പാഗ്നം മോസ്, പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, കോയർപിത്ത് കമ്പോസ്റ്റ്, കോയർപിത്ത് ചരിച്ചോർന്നെടുക്കുന്നത്, സാഡസ്റ്റ്, ഇത്തരത്തിൽപ്പെട്ടത്. ഓക്കെ, വിവിധ തരത്തിലുള്ള ഗ്രോയിങ് മീഡിയയെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാം. ആദ്യത്തേത് ഗാർഡൻ സോയിൽ, അതായത് മണ്ണ്. നമ്മൾ ചെടികൾ വേര് പിടിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മീഡിയയാണ് ഈ മണ്ണ്. അതുപോലെ തന്നെ പോട്ടി മിശ്രം തയ്യാറാക്കാൻ വേണ്ടി മണ്ണ്, മണൽ, ഉണങ്ങിയ ചാണകപ്പൊടി, ഇതെല്ലാം കൂടെയാണ് നമ്മൾ പോട്ടി മിശ്രം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് നേർമയുള്ള മണൽ, അതായത് സാൻഡ്. ഇത് കൊച്ചു ചെടികൾ വേര് പിടിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മീഡിയമാണ് ഈ സാൻഡ്. ആറ്റുമണലാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. വായു സഞ്ചാരവും നീർവാർച്ചയും ഇതിന് ഉണ്ട്. അതുകൊണ്ട് ഇതിന് നല്ലൊരു മീഡിയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പീറ്റ്, സ്പാഗ്നം മോസ്. ഇത് രണ്ടും പായൽ വർഗത്തിൽപ്പെട്ട അതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി പൊടിച്ച് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ എയർ ലെയറിങ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇതും ഒരു നല്ല ഒരു മാധ്യമമാണ്. അടുത്തത് കോയർപിത്ത് കമ്പോസ്റ്റ്, അതായത് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അത് തൊണ്ടിൽ നിന്നെടുക്കുന്ന ചകിരിച്ചോറ് വേര് പിടിക്കുന്നതിന് നല്ലൊരു മാധ്യമമാണ്. നമ്മുടെ കൊച്ചു പ്ലാന്റ്സുകളൊക്കെ വേര് പിടിക്കുന്നതിനും അതുപോലെ തന്നെ കമ്പുകൾ വേര് പിടിക്കുന്നതിനും അതുപോലെ തന്നെ എയർ ലെയറിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലൊരു മാധ്യമമാണ് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോയർപിത്ത് കമ്പോസ്റ്റ്. അടുത്ത മരപ്പൊടി, അറക്കപ്പൊടി. അതും നല്ലൊരു മാധ്യമമാണ്. മാധ്യമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അറക്കപ്പൊടിയും അതുപോലെ തന്നെ മരത്തിൻ്റെ ചീളുകളും ഒക്കെ നമുക്ക് നല്ലൊരു മാധ്യമമായിട്ട് ഉപയോഗിക്കാം. അതും എയർ ലെയറിങ്ങിനും കൊച്ചു പ്ലാന്റ്സുകളൊക്കെ വേര് പിടിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല മാധ്യമമാണ്. പിന്നെ വെർമിക്കുലേറ്റ്, ചൂടാക്കുമ്പോൾ വികസിക്കുന്ന സിലിക്ക ധാരാളം അടങ്ങിയിട്ടുള്ള ക്രിസ്റ്റൽ പോലുള്ള ഒരു പദാർത്ഥമാണ് ഈ വെർമിക്കുലേറ്റ്. ഇതിനകത്ത് കൂടുതലായിട്ടുള്ള പോഷക പദാർത്ഥങ്ങൾ സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. ഇത് വെള്ളത്തിൽ ലയിക്കുകയില്ല. അതുപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിന് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ചെടികളൊക്കെ നന്നായിട്ട് പിടിക്കുകയും വളരുകയും ഒക്കെ ചെയ്യും. ഇത് നല്ലൊരു മാധ്യമമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ പെർലൈറ്റ് അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ലാവ പൊട്ടിയൊഴുകുന്ന പ്രദേശങ്ങളിൽ നിന്നും ഖനനം ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റാണ് ഈ പെർലൈറ്റ്. അതിനകത്തും സിലിക്ക ധാരാളമുണ്ട്. ഈ പെർലൈറ്റും പീറ്റ് മോസോടെ ചേർത്ത് നമ്മൾ നല്ല ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതും ചെടികൾ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗാർഡൻ സോയിൽ, കോയർപിത്ത് കമ്പോസ്റ്റ്, സ്പാഗ്നം മോസ്, പീറ്റ് ഇത്തരത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളും വീടുകളിലൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് ഗ്രോയിങ് മീഡിയം. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രോയിങ് മീഡിയം. ഒന്നാമത്തത് ഗാർഡൻ സോയിൽ, അതായത് മണ്ണ്. രണ്ടാമത്തത് നേർമയുള്ള മണൽ, അതായത് സാൻഡ്, പീറ്റ്, സ്പാഗ്നം മോസ്, കോയർപിത്ത് കമ്പോസ്റ്റ്, ഫാം യാർഡ് മാനുവർ, സോഡസ്റ്റ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെടികൾ
വളർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രോയിങ് മീഡിയ. ഞാൻ തയ്യാറാക്കിയ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്ത് തന്നെ ഞാൻ ഗ്രോയിങ് മീഡിയ, അതായത് കാർപ്പറ്റ് കമ്പോസ്റ്റ്, ഫാം യാർഡ് മാനുവർ ഇതെല്ലാം നിറച്ച് കുറേ പെബിൾസ് ഒക്കെ വെച്ച് അലങ്കരിച്ച ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. സ്കൂളിലും വീട്ടിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ തയ്യാറാക്കിയതാണ്. അതുപോലെ തന്നെ ഈ ചെടി മറാണ്ട ഇത് ഞാൻ തയ്യാറാക്കിയതാണത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ വീടുകളിലൊക്കെ, അതുപോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ ചട്ടികൾ, ഒഴിഞ്ഞ ചട്ടികളൊക്കെ ആവശ്യം പോലെ കാണും. വീട്ടിലെ ചട്ടികളൊക്കെ കാണും. അതൊക്കെ നമുക്ക് പെയിന്റ് അടിച്ച് ഇതുപോലെ തന്നെ ഗ്രോയിങ് മീഡിയ ഒക്കെ നിറച്ച്, കൂടുതൽ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഗ്രോയിങ് മീഡിയ ഉണ്ട്, കാർപ്പറ്റ് കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ഫാം യാർഡ് മാനുവർ, ഉണക്കി പിടിച്ച ചാണകപ്പൊടി ആയാലും മതി. അതൊക്കെ നിറച്ച് നമുക്ക് നന്നായിട്ട് അലങ്കരിച്ച് വീടുകളിലൊക്കെ ഇത് വെക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പം ഗ്രോയിങ് മീഡിയയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ്. ഗ്രോയിങ് മീഡിയ എന്താണ്, ഗ്രോയിങ് മീഡിയയുടെ സവിശേഷതകൾ എന്താണ്, ധർമ്മങ്ങൾ എന്താണ്, ടൈപ്സ് ഓഫ് ഗ്രോയിങ് മീഡിയ, ഏതൊക്കെ തരത്തിലുള്ള ഗ്രോയിങ് മീഡിയ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി, നമുക്ക് പ്രധാനമായിട്ടും ഒരു ആക്ടിവിറ്റി, നമുക്ക് ഇപ്പം വീട്ടിലൊക്കെ ഇരിക്കുകയാണ്, നിങ്ങൾ ഒരു പ്രിപ്പയർ എ പോട്ടിംഗ് മീഡിയ, നിങ്ങളൊരു പോട്ടിംഗ് മീഡിയ ചെടിച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിനകത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാത്രങ്ങളിൽ, അതായത് സ്ഫടിക പാത്രം അതിൽ ഏതായാലും മതി, അതിനകത്ത് നമുക്കൊരു പോട്ടിംഗ് മീഡിയ തയ്യാറാക്കണം. പോട്ടിംഗ് മീഡിയയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? സാൻഡ് വേണം, സോയില്, പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ കാർപ്പറ്റ് കമ്പോസ്റ്റ്, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ നമ്മൾ നല്ലൊരു പോട്ടിംഗ് മീഡിയ നിങ്ങൾ തയ്യാറാക്കുക. വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾ കാണിക്കുക. സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ അതായത് ടീച്ചേഴ്സിനെ അത് കാണിക്കുക. ഓക്കെ.